ഫാരിസ് അബൂബക്കറിന്റെ പത്രത്തെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്ന് PC ജോർജ്. കവലച്ചട്ടമ്പി എന്നുദ്ദേശിച്ചത് ഫാരിസ് അബൂബക്കറിന്റെ വാപ്പയെയായിരിക്കും. പാലായിലെ ബിഷപ്പുമാരുമായി വലിയ ആത്മബന്ധമാണുള്ളത്. 2-3 ബിഷപ്പുമാർ മാത്രമാണ് പ്രശ്നക്കാർ. പറയാനുള്ളത് ഇനിയും പറയും. നിലപാടിൽ ഒരു മാറ്റവുമില്ല. പൂഞ്ഞാറിൽ പരാജയ ഭീതിയില്ല. 4-ാം തീയതി പൂഞ്ഞാറിലും പാലായിലും വിജയാഘോഷവും ഉണ്ടാവുമെന്ന് PC ജോർജ് പാലായിൽ പറഞ്ഞു. 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന പാലാ രൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിലിനെ സന്ദർശിച്ച മടങ്ങുമ്പോഴായിരുന്നു PC ജോർജിന്റെ പ്രതികരണം. പാലാ രൂപത ആസ്ഥാനത്തെത്തിയാണ് ജോർജ് ബിഷപ്പിനെ കണ്ടത്. ഒന്നാന്തരം കൊന്തയും കുശി പിതാവ് അങ്ങനെ പറഞ്ഞു. ഞാൻ എല്ലാവരും കൊടുത്ത് ഇത് PC പ്രത്യേകം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നതാ. അത് എനിക്ക് മാത്രം ഇത് കണ്ടില്ലേ പിതാവ് എന്നാ ചർച്ച അതൊന്നും ചർച്ച ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ആ പല കലങ്ങാട്ട് പോയത് ഇപ്പം തന്നെ കല്യാണത്തിന് പോയതാ. ഇത് 100 വർഷമേ എന്ന് പറയുന്ന ഒരു പിതാവ്. അത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പള്ളിക്കാപ്പുറം പിതാവിൻ്റെ ചേട്ടൻ 96ാമത്തെ വയസ്സിൽ മരിക്കുകയും അപ്പോൾ അടക്കിന് ഞാൻ അവിടെ ചെന്നിരിക്കുക. അപ്പം ഞാൻ ഡെഡ് ബോഡി അടുത്ത് പുറയുന്നു എന്ന് തന്നെ ആരോ കെട്ടിപ്പിടിച്ചു. ഞാൻ നോക്കി പിതാവാണ്. നല്ല ആരോഗ്യമാണ്. ഇന്നിപ്പോൾ പുള്ളിക്ക് കാലിന് മുട്ടിന് പൊട്ടലുണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രശ്നമുള്ളൂ. എങ്കിലും എല്ലാ കാര്യവും ഓർമ്മയുണ്ട്. നല്ല സുന്ദരനായിട്ടുണ്ട്. രാഷ്ട്രീയം പറഞ്ഞു. ഞാൻ രാഷ്ട്രീയം പറയാൻ വന്നല്ലേ. നിനക്കിതല്ല വേറെ ചിന്തയുണ്ട്. ഞാൻ ഇത് മെത്രാൻ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുറേ കൊന്തയും കിട്ടുകാത്ത സൈസ് കൊന്തയൊക്കെ തോന്നും. അതൊക്കെ മേടിച്ചു. വളരെ സന്തോഷം. പിതാവിൻ്റെ ആശംസയെ അനുഗ്രഹിച്ചു. തല കൈവച്ച് അനുഗ്രഹിച്ചു. എനിക്ക് പോളി ദീപിക എന്നെ ആരും ഫാരിസ് അബൂബക്കറിന്റെ പത്രം അതിൻ്റെ കാര്യം എന്നോട് ചോദിക്കല്ലോ കേട്ടോ. സംശയമുണ്ടോ? അത് അങ്ങനെ 2-3 ഉള്ളതേ. ഞാൻ ഇന്നലെ പറഞ്ഞ കൂട്ടു 2-3 ഉള്ളൂ. അത് അവരുടെ വാപ്പായെ പറ്റി എഴുതിയിരിക്കുന്നത്. അത് ഫാരിസ് അബൂബക്കറാണല്ലോ. ഫാരിസ് അബൂബക്കറിന്റെ പത്രമല്ലേ. അവൻ്റെ വാപ്പായെ പറ്റി അവൻ എഴുതുകയാണ്. ഫാരിസ് അബൂബക്കറിന്റെ ആണെന്നുള്ളത് എനിക്കറിയാമല്ലോ. നീ ഏതാ? നീ ജനിച്ച നിന്റെ അപ്പനെ മാറ്റൂ. നീ എനിക്ക് സൗകര്യമില്ല. ചെല്ല വർത്താനം പറഞ്ഞു. ഇങ്ങനെ കുറേ ഉണ്ടേ ഈ ഇത്തിക്കണ്ണിയായിട്ട് ഗുണമില്ലാത്തവന്മാർ. മാന്യമായിട്ട് ഇറങ്ങി വന്നത് മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റും. ഉടനെ മറ്റു വർത്താനം പറയാവും. സഭയായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. സഭയായിട്ട് പ്രശ്നമില്ലെന്നല്ല. സഭയിലെ പിതാക്കന്മാരെല്ലാം ബഹുമാനമാണ്. പക്ഷെ പിതാക്കന്മാർ ഈ നന്ദികേട് കാണിച്ച് രാഷ്ട്രീയം കളിച്ചാൽ ഞാൻ വർത്തമാനം പറയും. ഇനിയും പറയും. ഇത്തവണ മഠത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് അറിഞ്ഞ് അങ്ങേര് മാത്രമാണ്. അതാ ഞാൻ അങ്ങനെ ചൂടായി വർത്താനം. അത് മനസ്സിലാക്കണം. കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തനമാണ്. ആ എനിക്കെതിരായിട്ട് മഠത്തിലോട്ട് വിളിച്ചു പറഞ്ഞ പിതാവ് പറഞ്ഞാൽ വോട്ട് കിട്ടുമോ? പിതാവ് നാണക്കെട്ടില്ലേ? ഒറ്റ സിസ്റ്റർ പറഞ്ഞല്ലേ ഞാൻ അറിഞ്ഞത്. സിസ്റ്റേഴ്സ് തന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പിതാവ് ഇങ്ങനെ പറഞ്ഞത് എന്ത് മര്യാദകളാണ് ഇത്. അത് അപ്പോൾ സിസ്റ്റേഴ്സ് അറിയാമല്ലോ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ എന്തുവേണ്ടി പിതാക്കന്മാർ സ്ട്രോങ് സ്റ്റാൻഡായിരുന്നു. അല്ല പിതാവല്ല സിസ്റ്റേഴ്സ് വല്ല വോട്ടും കിട്ടിയോ? പിതാവ് എന്തിനാണ് നാണക്കേട് കാണിക്കാൻ പോയി? ഞാൻ അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചില്ല. അതല്ലേ ഞാൻ പറയുന്നത്. പിതാവ് ഇതേ കള്ളങ്ങാട്ട് പിതാവുണ്ട്. പുള്ളി ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറയുന്നുണ്ടോ? വോട്ട് ചെയ്യാതിരിക്കാൻ പറയുന്നില്ലല്ലോ. എന്തൊരു ഐശ്വര്യമാണ്. എന്താ ഞാൻ പറഞ്ഞു. എനിക്ക് എന്നെ അനുകൂലിച്ച് മെത്രാന്മാർ വർത്താൻ പറയണമെന്ന് ഞാൻ പറയാല. നീയല്ലേ ചോദിച്ചു. എനിക്ക് പറയാല. പേടിക്കണ്ട. എനിക്ക് മെത്രാന്മാരുടെ പിന്തുണയും വേണ്ട. അത് ശരിയല്ലെന്ന് എൻ്റെ അഭിപ്രായം. കാരണം പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ എപ്പോഴും അവർ സഭയുമായി ബന്ധപ്പെട്ട് പോകേണ്ടവർ. അപ്പം സഭയിൽ ക്രിസ്ത്യൻ സഭയായത്. ആ സഭയ്ക്കകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും കാണും. എന്നും നമ്മുടെ സഭ നേതൃത്വം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു. നല്ല കാര്യമുണ്ട്. ഇടപാടാണ്. അതാരാ പറഞ്ഞത്? നീ അത് ഉള്ളത്തിനും പറയണ്ട. നീ അത് കൂടണ്ട. ഇഴയതി ഞാനും ഷോൺ ജോർജ് കേരള നിയമസഭയിൽ കാണും. നീ അത് അന്നേരം കാണാൻ ഞാൻ കാണിച്ചു തരാം.